الحمد لله الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാ നിരീക്ഷിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ ഉടനീളം സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബികൾക്ക് ഒരു ഗുണപാഠം പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾക്കും മുമ്പേ ഉണ്ടായിരുന്ന സമൂഹത്തിൽ ജീവിച്ചിരുന്ന മൂന്നാളുകൾ ഒരു യാത്ര ചെയ്യുകയും ആ യാത്രക്കിടെ വിശ്രമിക്കുവാനായി ഒരു ഗുഹക്കകത്ത് പ്രവേശിക്കുകയും ചെയ്തപ്പോൾ ആ ഗുഹ ഉൾക്കൊള്ളുന്ന മലയുടെ മുകളിൽ നിന്നും ഉരുളക്കല്ല് ഉരുണ്ടു വന്ന് ആ ഗുഹാമുഖത്തെ അടച്ചു കളഞ്ഞു. അന്നേരം ആ മൂന്നാളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ കാന ലി അബ്വാനി ശൈഖാനി കബീറാൻ. അല്ലാഹുവേ, എനിക്ക് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ എനിക്കുണ്ട്. അവർക്ക് വല്ലതും കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഞാനും ഭക്ഷിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ദൂരസ്ഥലത്തേക്കൊരു യാത്ര പോയി തിരിച്ചു വരാൻ ഒരല്പം വൈകി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങുകയായിരുന്നു. അവർക്കുള്ള ഭക്ഷണവുമായി ഞാൻ അവർ ഉണരുന്നത് വരെ കാത്തുനിന്നു. എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ ഞാനോ ആരും തന്നെ
അവർ കഴിക്കുന്നതിന് മുമ്പേ ഭക്ഷിച്ചിട്ടില്ല. അങ്ങനെ അവർ എഴുന്നേറ്റു. ഞാൻ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ വിളമ്പി അവരെ ഭക്ഷിപ്പിച്ചു, അവരെ ഊട്ടി. അതിനുശേഷമാണ് ഞങ്ങൾ ഭക്ഷിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക് ഇബ്തിഗാ വജ്ഹിക്. അല്ലാഹുവേ, ഞാൻ ഈ പ്രവൃത്തി പ്രവർത്തിച്ചതുണ്ടല്ലോ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, നിന്റെ പ്രീതി ഉദ്ദേശിച്ച് മാത്രമാണ്, അതിനപ്പുറം എനിക്കൊന്നുമില്ല എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയെങ്കിൽ റബ്ബേ, ഞങ്ങൾ ഈ കുടുങ്ങിയിരിക്കുന്ന കുടുക്കിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ ആൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നഹു കാനത് ലി ഇബ്നത അമ്മിൻ കാനത് അഹബ്ബൻ നാസ ഇലയ്യ. അല്ലാഹുവേ, എനിക്ക് എൻ്റെ പിതൃ സഹോദരന് ഒരു മകളുണ്ട്. ഈ ലോകത്തിലെ ജനങ്ങളെക്കാളേറെ എനിക്കവളെ ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ പല ആവശ്യങ്ങൾക്കുമായി അവളെ സമീപിച്ചു. അവൾ നിരസിക്കുകയാണ് ഉണ്ടായത്. ഒരിക്കൽ അവൾക്ക് ഒരാവശ്യം വന്നു. എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു പണം ആവശ്യപ്പെട്ടു. അവൾക്ക് വേണ്ട പണം, അവൾക്ക് വേണ്ട സ്വർണ്ണ നാണയങ്ങൾ ഞാൻ അവൾക്ക് നൽകി. എന്നിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. ആ നേരത്ത് നിവൃത്തിയില്ലാതെ അവൾ അതിന് വഴങ്ങാൻ നേരം അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാഹ് വലാ തുഫല്ലൽ ഖാതമ ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹുവേ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് അവകാശപ്പെടാത്ത ഒന്നിനെയും നിങ്ങൾ തുറന്നു കളയരുതേ എന്ന് അവൾ എന്നോട് പറഞ്ഞു. ആ നേരം ഞാൻ അതിൽ നിന്നും പിന്മാറുകയും എന്നിട്ട് അവൾക്ക് ഞാൻ കൊടുത്ത ആ പണം ഒരിക്കൽ പോലും അവളോട് തിരിച്ചു ചോദിക്കുകയോ അതിന് പ്രത്യുപകാരമായി ഒരു വസ്തുവോ ഒരു കാര്യമോ ഞാൻ അവളോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക് ഇബ്തിഗാ വജ്ഹിക്. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്ത പ്രവൃത്തി അത് നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്, അതിൽ മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല റബ്ബേ എന്ന് രണ്ടാമത്തെയാൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മൂന്നാമത്തെയാൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, എനിക്ക് വലിയ കൃഷിയിടങ്ങളും ഒരുപാട് തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഓരോ ആളുകൾ തൊഴിൽ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഞാൻ അവർക്ക് വേണ്ട വേതനങ്ങൾ നൽകിയിട്ടാണ് തിരിച്ചയക്കാറുള്ളത്. ഒരു ദിവസം എൻ്റെ ഒരു തൊഴിലാളി അവൻ്റെ വേതനം വാങ്ങാതെ അവൻ അവിടെ നിന്ന് യാത്രയായി. അവന് നൽകേണ്ടിയിരുന്ന വേതനം, അതിൽ നിന്നും ഞാൻ ഒരാടിനെ വാങ്ങുകയും പിന്നീട് ആ ആട് വളർന്ന് വീണ്ടും മറ്റൊരാടിനെ പ്രസവിക്കുകയും അങ്ങനെ അത് വലിയൊരു ആട്ടിൻകൂട്ടമായി മാറുകയും ചെയ്തു. ഈ അവസരത്തിൽ അദ്ദേഹം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് എന്നോട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ വേതനം ചോദിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ അന്നത്തെ വേതനം മാത്രം നൽകാമായിരുന്നു, എന്നാൽ ഞാൻ എൻ്റെ അദ്ദേഹത്തിൻ്റെ വേതനം കൊണ്ടുണ്ടാക്കിയ ആ ആട്ടിൻകൂട്ടത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാണ് നിന്റെ വേതനമെന്ന്. അദ്ദേഹം എത്രയോ തവണ ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അതുമായി അദ്ദേഹം പോയത്. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക് ഇബ്തിഗാ വജ്ഹിക്. റബ്ബേ, ഞാനിത് ചെയ്തത് നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ആ അന്നത്തെ വേതനം മാത്രം നൽകി പറഞ്ഞയക്കാമായിരുന്നു. ഞാനത് ചെയ്തില്ല. ഒരാളുടെയും പ്രീതി ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, നിനക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് മൂന്നാമത്തെ ആളും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ ആ ഗുഹാമുഖത്തെ അടച്ചിരുന്ന
പാറക്കല്ല് നീങ്ങി അവര് അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ മൂന്നാളുകളുടെയും പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലുള്ള ഒരു കാര്യം അത് ഒരുപോലെയാണ്. അവരെന്താണ് പറയുന്നത്? അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക് ഇബ്തിലാ വജ്ഹിക്. അല്ലാഹുവേ, ഞാൻ ഈ പ്രവൃത്തി ചെയ്തത് അത് നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് എന്നാണ് അവര് മൂന്നുപേരും പറഞ്ഞതിലെ ഏകോപിച്ചുണ്ടായ ഒരു കാര്യം. അത് മാത്രമാണ് ഒരേപോലെയുള്ളത്. ബാക്കി മൂന്നും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ്. ഇതുപോലെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. ഏതെങ്കിലും പ്രയാസം വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, ദുരിതം വരുമ്പോ, റബ്ബേ, നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത ഇന്ന പ്രവൃത്തിയുണ്ട് റബ്ബേ, അതുകൊണ്ട് ഈ ദുരിതത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും എന്നെ കരകയറ്റണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ പക്കൽ എന്താണ് ഉള്ളത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക് 12-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ്. തീർച്ചയായും അവർ അവരുടെ രക്ഷിതാവിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവരാണ്, രഹസ്യമായ ജീവിതത്തിൽ ഭയപ്പെടുന്നവരാണ്. ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അവർക്കാണ് അല്ലാഹുവിങ്കിൽ നിന്നുള്ള മഗ്ഫിറത്തും പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത് എന്ന് വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ നമ്മുടെ എല്ലാം രഹസ്യമായ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രവർത്തികൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കുക. വഅസിറു ഖൗലകും അവ്ജഹറു ബിഹി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ, നിങ്ങൾ പറയുന്ന വാക്കുകൾ, അത് രഹസ്യമായിക്കൊള്ളട്ടെ, അത് പരസ്യമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സൂറത്തുൽ മുൽക്കിൽ 13-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു നന്മ, ഇപ്രകാരം പറയുവാൻ ഒരു നന്മ നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. വൃദ്ധയായ മാതാവ്, അങ്ങേയറ്റം അവശയായ മാതാവ്, സഹായിക്കുവാൻ ആരുമില്ല. പിറ്റേന്ന് വന്ന് ഈ മാതാവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, അവരെ കുളിപ്പിക്കണം, അവരെ മലമൂത്ര വിസർജനം നടത്തി ശുദ്ധീകരിക്കണം എന്നൊക്കെ കരുതിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം വന്നു നോക്കിയപ്പോഴത്തേക്ക് ആരോ ഒന്ന് വന്നു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം കുറച്ചുകൂടി നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാത്തുനിന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു എത്തുന്നതിന് മുമ്പേ അയാൾ അദ്ദേഹത്തിന് ആ മാതാവിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കടന്നുപോയിരുന്നു. 3-ാമത്തെ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോൾ അവിടെ കാണുന്നത് ഖലീഫ, അമീറുൽ മുഅ്മിനീൻ, മദീനയുടെ രാജാവ്, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ആ മാതാവിനെ കുളിപ്പിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയായിരുന്നു, താങ്കൾ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്, താങ്കളല്ലാതെ മറ്റാരാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം, അദ്ദേഹം ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് രാത്രിയിൽ ഇങ്ങനെ നടക്കുന്ന പതിവ് നാം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്നും കരച്ചിൽ കേൾക്കുന്നു. വളരെ ദൂരെയുള്ള ഒരു വീട്ടിൽ നിന്നാണ്. ആ കരച്ചിലിന്റെ ദിക്കന്വേഷിച്ച് ദിശയന്വേഷിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു. അവിടെ ഒരു വെളിച്ചം കാണുന്നു. ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ കാണാൻ കഴിഞ്ഞത്, അവിടെ ഒരു കുട്ടികൾ കിടന്ന് കരയുന്നു. ഒരുമ്മ എന്തോ ഒന്ന് വെള്ളമോ അതല്ലെങ്കിൽ മണലോ
അടുപ്പിൽ വെച്ചുകൊണ്ടിങ്ങനെ വേവിക്കുന്നത് പോലെ ഇപ്പോൾ റെഡിയാകുമെന്നുള്ള രൂപത്തിൽ ആ കുട്ടികളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കാര്യമന്വേഷിക്കുന്നു. ഞങ്ങൾക്ക് കഴിക്കുവാൻ, ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല ഇവിടെ എന്ന് അവിടുന്ന് മറുപടി പറയുന്നു. തന്റെ ഭൃത്യനെ അവിടെ നിർത്തിക്കൊണ്ട് അതാ അമീറുൽ മുഅ്മിനീൻ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഗോതമ്പും ധാന്യങ്ങളും എടുത്ത് തന്റെ പ്രിയതമയും കൂട്ടിക്കൊണ്ടുവന്ന് ആ വീടിന്റെ അടുക്കളയിൽ ആ നാടിന്റെ ഭരണാധികാരിയും ഭരണാധികാരിയുടെ ഭാര്യയും ആ നാടിന്റെ ആ ദേശത്തിന്റെ ഫസ്റ്റ് വിമണും കൂടി ആ അടുക്കളയിൽ നിന്നുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആ വീട്ടിലെ ഗൃഹനാഥ പറയുന്നു, അന്ത അഫ്ളലു മിൻ ഉമർ, നിങ്ങൾ ഉമറിനേക്കാളും ശ്രേഷ്ഠനാണ് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ചെയ്യുന്നത് എന്ന് ആ വീട്ടിലെ ഗൃഹനാഥക്കറിയില്ലായിരുന്നു. ഞാനാണ് ആ ഉമർ, ഞാനാണ് ആ അമീറുൽ മുഅ്മിനീൻ എന്ന് തിരിച്ച് പറയുക പോലും ചെയ്തില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോരുകയാണ്. സന്തോഷത്തോടുകൂടി ആ വീട്ടിലെ കുട്ടികളെയൊക്കെ ഊട്ടി ഭക്ഷണം കഴിപ്പിച്ചു. അവരുടെ വയറ് നിറച്ച് അവരെ കിടന്നുറങ്ങുന്നതും കണ്ട് ആ നാടിന്റെ ഭരണാധികാരിയും ഭരണാധികാരിയുടെ പത്നിയും തിരിച്ചു പോരുകയാണ്. ഈ സംഭവങ്ങളെല്ലാം നടന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം അവിടുത്തെ ഭൃത്യൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നാം ഈ കേട്ട ചരിത്രം. നമ്മൾ ആലോചിക്കുക, ഉമർ റളിയല്ലാഹു അൻഹുവിന് അവിടെ പറയാമായിരുന്നു ഞാനാണ് ഉമറെന്ന്, ഒരിക്കൽ പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. മഹാന്മാരായ സ്വഹാബ, സലഫുകൾ, താബീങ്ങൾ, തബഅ താബീങ്ങൾ അവരെല്ലാം അവരുടെ ജീവിതത്തിൽ രഹസ്യമായി കൊണ്ട് നന്മകൾ അധികരിപ്പിച്ചവരായിരുന്നു. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ രഹസ്യമായി നാം എത്ര കണ്ട് നന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ അയൽവാസിക്ക് ഉണ്ണുവാൻ ഉടുക്കുവാൻ ഒക്കെയുള്ളതുണ്ടോ എന്നുള്ളത് നാം എത്ര കണ്ട് അന്വേഷിച്ചിട്ടുണ്ട്. നമ്മുടെ അയൽവാസി സൗഖ്യത്തിലാണോ എന്നുള്ളത് നാം അന്വേഷിച്ചിട്ടുണ്ടോ? നാം ആലോചിക്കേണ്ട കാര്യമാണ്. റബ്ബിന്റെ അടുക്കൽ പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ പറയാൻ ഗുഹാവാസികൾ പറഞ്ഞതുപോലെ ഒരു അമൽ നമ്മുടെ പക്കലുണ്ടോ എന്ന് നാം ആലോചിക്കുക. വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ, അടുത്ത ബന്ധുക്കൾക്ക് അതേപോലെ അനാഥന് സാധുവിന് ഭക്ഷണം നൽകും. എപ്പോ? വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി, അവർക്ക് ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരിക്കെ, അവർക്ക് ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടായിരിക്കെ അവർക്കിഷ്ടമുള്ളതിനെ ചെലവഴിക്കുന്നവർ, അവർക്കിഷ്ടമുള്ളതിനെ ദാനം ചെയ്യുന്നവർ, അവർക്കിഷ്ടമുള്ളതിനെ ഭക്ഷിപ്പിക്കുന്നവരാണ് വിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിലൂടെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് ആ വിശ്വാസികൾ അത്തരത്തിൽ സാധുക്കളായ അനാഥരായ ആളുകൾ, അതേപോലെ ഉറ്റ ബന്ധുക്കൾ, ഇവർക്കെല്ലാം ഭക്ഷണം നൽകിയിട്ട് അവർ പറയും, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റ, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു നന്ദി വാക്കോ അതല്ലെങ്കിൽ വല്ല പ്രത്യുപകാരമോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നേയില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് എന്ന് അത്തരം ആളുകൾ പറയുമെന്നുള്ളതാണ്. റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുകയും അത്തരം പ്രവർത്തികൾ ചെയ്യുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുക. നാഥൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്
നന്മകൾ ചെയ്യണമെന്നും അത്തരം നന്മകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെട്ട ഗുഹാവാസികളുടെ ചരിത്രവുമാണ് നമ്മൾ വിശദീകരിച്ചത്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ ഒരു ചാണിനോ ഒരു മൈലിനോ നിൽക്കുന്ന അവസരത്തിൽ മുട്ടോളമെന്നോ അരയോളമെന്നോ വേർപ്പിൽ കുളിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അല്ലാഹ് അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗം ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾ. ആ 7 വിഭാഗം ആളുകളുടെ പ്രത്യേകത, ഒരാളും തണലിടാനില്ലാത്ത ദിവസം അല്ലാഹു അവർക്ക് തണലിട്ട് കൊടുക്കും എന്നുള്ളതാണ്. ആ 7 വിഭാഗത്തിൻ്റെയും പ്രത്യേകതകൾ വിശദമായി ഓരോ ഖുതുബയിലും വിശദീകരിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. ഈ 7 കാര്യങ്ങളിൽ 5 എണ്ണവും 7 കാര്യങ്ങളിൽ അധികവും അത് രഹസ്യമായ ജീവിതത്തിൽ രഹസ്യമായ നന്മകൾ ചെയ്ത് അല്ലെങ്കിൽ രഹസ്യമായി റബ്ബിനെ സൂക്ഷിച്ച ആളുകളെയാണ് പ്രതിപാദിക്കുന്നത്. അതിലൊന്ന് റജലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാത മൻസിബി വ ജമാലി. ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ സൗന്ദര്യവും ആ പെണ്ണിന്റെ കഴിവും ആ പെണ്ണിന്റെ സാമ്രാജ്യത്വത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ, ഒരു പുരുഷനെ ക്ഷണിച്ചാൽ, എല്ലാ വിധത്തിലുമുള്ള സുരക്ഷിതത്വമുള്ള ഇടങ്ങളിലേക്ക് ഒരു സ്ത്രീ ക്ഷണിച്ചാൽ, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നടക്കുന്നവരായിരിക്കും അല്ലാഹു നാളെ പരലോകത്ത് തണലിട്ട് കൊടുക്കുന്നതിൽ ഒരു വിഭാഗം ആളുകൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് തെറ്റുകൾ ചെയ്യുവാൻ, തിന്മയിലേക്ക് വഴുതി വീഴുവാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. ആ സാധ്യതകളൊക്കെ, അതിൽ നിന്നൊക്കെ മാറി നടക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ണുകൾക്കും കാതുകൾക്കും കൈകൾക്കും കാലുകൾക്കും എല്ലാം വ്യഭിചാരമുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിലേക്ക് ഈ അവയവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചെറിയ തോതിലുള്ള ശിക്ഷകൾ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ്, ഒരു അന്യ സ്ത്രീക്ക്, അതല്ലെങ്കിൽ ഒരു അന്യപുരുഷന് ഒരു അന്യ സ്ത്രീ കൈകൾ കൊടുക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നത് ആണി കൊണ്ട് തലയിലേക്ക് അടിച്ചു കയറ്റുന്നതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഉത്തമം തലയിലേക്ക് ആണി വെച്ച ആണി അടിച്ചു കയറ്റലാണ് എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് പലപ്പോഴും നമ്മൾ പറയുന്ന വർത്തമാനമാണ്, അതൊക്കെ ഇല്ലാതെ എങ്ങനെ, അവരെന്ത് വിചാരിക്കും, അവരെന്ത് കരുതും, ആരെന്ത് വിചാരിക്കും, ആരെന്ത് കരുതും എന്നുള്ളതല്ല വിശ്വാസിയുടെ നിലപാട്. റബ്ബെന്ത് കരുതും എന്നുള്ളതായിരിക്കണം വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്. സ്കൂളുകളിൽ, കോളേജുകളിൽ, ജോലിയിടങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ ആളുകൾ മറുപടി പറയുന്നത്, അതല്ലെങ്കിൽ അതിനോടൊക്കെ ആളുകൾ പ്രതികരിക്കുന്ന രീതി ഇപ്രകാരമാണ്, മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കരുതൽ നമുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞ കാര്യത്തെ ആ ഗൗരവത്തിൽ എടുക്കാൻ കഴിയണം. ഒരു വട്ടം നമ്മൾ ആ കൈ തരുന്ന അവസരത്തിൽ ആ കൈ മാറ്റി വളരെ മാന്യതയോടുകൂടി അതിനെ തിരിച്ച് സ്വീകരിച്ച് ഇതെന്റെ നിലപാടല്ല എന്ന് നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിച്ചാൽ, ആ ഒരു വട്ടം ചെയ്താൽ മതി, പിന്നെ അങ്ങോട്ട് വീണ്ടും വീണ്ടും നമ്മുടെ അടുക്കലേക്ക് അപ്രകാരം വരികയില്ല എന്നുള്ളതാണ്. അതൊക്കെ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവൃത്തിയായത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ എല്ലാം തുടക്കത്തിൽ വെച്ച് തന്നെ ഇസ്ലാം അതിനെ വിരോധിച്ചിട്ടുള്ളത്. അവിടെയെല്ലാം നമ്മൾ നേരത്തെ ഇവിടെ പടച്ച റബ്ബ് തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ ആ വിഭാഗം ആളുകൾ, അത്തരത്തിൽ ആകാൻ നമുക്ക് സാധിക്കണം. റബ്ബിനെ ഭയപ്പെടാൻ സാധിക്കണം. ഓഫീസുകളിൽ, കോളേജുകളിൽ, മരച്ചുവട്ടുകളിൽ, പാർക്കുകളിൽ ഏതെല്ലാം തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടായാലും
അവിടങ്ങളെല്ലാം ഇന്നി അഖാഫുല്ലാ, ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ക്യാമറകളെ ഭയപ്പെട്ടുകൊണ്ട് സീറ്റ് ബെൽറ്റുകളും ഹെൽമറ്റുകളും ഇടുന്നവരാണ് നമ്മൾ. ആ ക്യാമറകളെ സംവിധാനിക്കുവാൻ മനുഷ്യന് ബുദ്ധി നൽകിയ പടച്ച റബ്ബിനെ നമ്മൾ എന്തേ ഭയപ്പെടുന്നില്ല? നമ്മൾ എന്തേ സൂക്ഷിക്കുന്നില്ല? നമ്മൾ എന്തേ കാണുന്നില്ല? അതുകൊണ്ട് അത്തരത്തിൽ അവസരങ്ങൾ വരുമ്പോ ഇന്നി അഖാഫുല്ലാ, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. വറജുലുൻ തസദ്ദഖ ബിസദഖിഹാ ഫഅഖാഫഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനഹു. ഒരു മനുഷ്യൻ അദ്ദേഹം സ്വതഖ നൽകുന്നു. ആ സ്വതഖ നൽകിയത് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയുന്നില്ല. അപ്രകാരം സ്വതഖ ചെയ്യുന്ന ആളുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവർക്കും തണലിട്ട് കൊടുക്കും എന്നുള്ളതാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വറജുലുൻ സക്കറല്ലാഹു ഖാലിയൻ ഫഫാളത ഐനാഹു, അല്ലാഹുവിനെ ഒറ്റക്കിരുന്ന് പടച്ച റബ്ബിനെ ഓർത്ത് കരയുന്ന, കണ്ണിൽ നിന്നും കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് കരയുന്ന വിശ്വാസി, ആ വിശ്വാസിക്കും റബ്ബ് നാളെ തണലിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ച ഈ 3 കാര്യവും രഹസ്യമായി ചെയ്യേണ്ട നന്മകളാണ്, രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾക്ക് നാളെ റബ്ബ് പകരമായി തണൽ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ റബ്ബിന്റെ മുന്നിൽ എടുത്തു പറയുവാൻ ഒരു നന്മ അതുണ്ടായിരിക്കണം. റബ്ബേ, നിന്റെ വജ്ഹ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഇതിലില്ല എന്ന് പറയത്തക്ക വിധമുള്ള നന്മകൾ രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അത്തരത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ രഹസ്യവും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്കേവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രോഗികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പ്രയാസം നിറഞ്ഞ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് റബ്ബേ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, ശമനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവർക്ക് ക്ഷമിക്കുവാനുള്ള കഴിവിനെ നീ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അത്തരത്തിൽ രോഗങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്കും ക്ഷമിക്കുവാനുള്ള കഴിവിനെ നീ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ പലരും ബർസഖിന്റെ ലോകത്താണ് റബ്ബേ. ബർസഖിന്റെ ലോകം, അവരുടെ ബർസഖിന്റെ ലോകം വിശാലമാക്കി, സന്തോഷത്തോപ്പാക്കി, സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോ അപ്രകാരം സന്തോഷമുള്ള ബർസഖിന്റെ ലോകം നീ ഞങ്ങൾക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. നരകാഗ്നിയുടെ ചൂട് താങ്ങുവാനുള്ള കരുത്ത് ഞങ്ങളുടെ ശരീരത്തിനില്ല റബ്ബേ, അത് താങ്ങുവാൻ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ. ആ നരകാഗ്നിയെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. സ്വാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, മുർസലീങ്ങളോടൊപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിച്ച് സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്ന വിശ്വാസികളിൽ നാഥാ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഭൗതികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, റബ്ബേ അവരുടെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. സാമ്പത്തികമായി മാന്യം അനുഭവിക്കുന്ന കച്ചവടക്കാർ, ഒരുപാട് പ്രയാസങ്ങൾ, കടങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾ, റബ്ബേ അവരുടെ സമ്പത്തിൽ നീ ബർക്കത്തിനെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണ റബ്ബേ. ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഷാമിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, റബ്ബേ അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ആത്യന്തികമായി വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിജയം നീ ഫലസ്തീനികൾക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار
اللهم اجرنا واجر والدينا من النار. اللهم انصر إخواننا المسلمين والمجاهدين في كل مكان. اللهم انصر إخواننا المسلمين والمجاهدين في فلسطين. اللهم انصر إخواننا المسلمين والمجاهدين في الهند. اللهم دمر أعداءنا أعداء الدين. اللهم حلك اليهود والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين والسلام على المرسلين.